അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു. ബിസ്മില്ലാഹി വൽഹംദുലില്ലാഹ് വസ്സലാത്തു വസ്സലാമു അലാ അഷ്റഫിൽ മുർസലീൻ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. അമ്മാ ബഅദ്. റിയാദുസ് സാലിഹീൻ 45ാമത്തെ ബാബ്. മുത്തുനബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ഹദീസ് 4-1-2 ഹദീസ്, ഒരു 5 നിമിഷമോ 10 നിമിഷമോ ആ ഹദീസ് മനസ്സിലാക്കി നാല് ജീവിതത്തിൽ ഉൾക്കൊള്ളും ഉപകാരപ്പെട്ട ഒരു ക്ലാസ് ആയിട്ട് അപ്പം അത് കാതു കൊടുക്കടെ ആൾമാറുള്ളവർ മറ്റുള്ളവർക്ക് എത്തിച്ചു കൊടുക്കുക. പുതിയ ആൾമാരെങ്കിൽ സബ്സ്ക്രൈബ് ആക്കുക. അപ്പൊ ഇന്നത്തെ ഞങ്ങൾ വിശദീകരിക്കപ്പെട്ട ബാബു സിയാറത്തി അഹ്ലിൽ ഖൈരി, നല്ല ആൾക്കാർ, ഖൈറുടെ ആൾക്കാർ, നല്ല ആൾമാർ, സ്വാലിഹീങ്ങൾ അങ്ങനെ സന്ദർശിക്കണം. മുജാലസത്തിഹിം അങ്ങളൊട്ടുകു ദയിക്കണം, അങ്ങനെ മജ്ലിസിൽ കൂടണം, അങ്ങനെ ദുആത്തെ മജ്ലിസാവും, ഇൽമുടെ മജ്ലിസാവും. സുഹ്ബത്തിഹിം അങ്ങളൊട്ടുകു സേറണം, സഹവസിക്കണം. മഹബ്ബത്തിഹിം അങ്ങനെ പിരിസം വെക്കണം. തലബി സിയാറത്തിഹിം അങ്ങനെ സിയാറത്താക്കു ഉപയോഗിച്ചുള്ള, അതായത് അങ്ങനെ ഔത്തുക്ക് വിളിക്കണം എന്നുള്ളത്. ഞങ്ങളെ ഔത്തുർക്ക് ബറു ഇങ്ങനെ അങ്ങനെ ഞങ്ങൾ ഔത്തുക്ക് വിളിക്കല് ആ ഒരു സിയാറത്ത്. ദുആഇ മിൻഹും അങ്ങളൊട്ടുകു ദുആറക്കു ചൊല്ലേ. വസിയാറത്തിൽ മവാദിൽ ഫാദില, അപ്പൊ സാലിഹീങ്ങളെ സിയാറത്ത് ചെയ്യണം, അങ്ങനെ സ്നേഹിക്കണം, അങ്ങനെ മജ്ലിസിൽ കൂടണം, അങ്ങോട്ട് ദ്വാരൊക്കെ ചൊല്ലണം, അങ്ങനെ ഔത്തുക്ക് വിളിക്കണം. എന്നിട്ട് ലാസ്റ്റ് ചൊല്ലേ ശ്രേഷ്ഠമായ സ്ഥലങ്ങൾക്ക് അതും സിയാറത്ത് ചെയ്യണം. അള്ളാഹു ബഹുമാനിച്ച പ്ലേസുകൾക്ക് അവിടെ പോയൊക്കെ സിയാറത്ത് ചെയ്യണം എന്നുള്ള, അതൊക്കെ സന്ദർശിക്കുക എന്നുള്ള ആ ഒരു വിഷയത്തിലായിട്ട്, ആ ഒരു ടോപ്പിക്കിലായിട്ട് ഞങ്ങളുടെ ഇനിയുള്ള ഹദീസുകൾ ഇൻഷാ അല്ലാഹ്. ഇതിൽ ഞങ്ങൾക്ക് തുടക്കത്തിൽ ഒരായത്തായിട്ട് കൊണ്ടുവരണ്ടേ, സൂറത്തുൽ കഹ്ഫിന്റെ ആയത്ത് 60 പിടിച്ചിട്ട് 66 ആയത്ത്. എന്തായിട്ട് ഇവിടെ ആയത്തുള്ളത് മഹാനായ മൂസാ നബി അലൈഹിസ്സലാമും ഖിദ്ർ നബി അലൈഹിസ്സലാമുമായി സംബന്ധപ്പെട്ട ഒരു ചരിത്രം. മഹാനായ മൂസാ നബി അലൈഹിസ്സലാം ഖിദ്ർ നബി അലൈഹിസ്സലാമിനെ സന്ദർശിക്കുകൊണ്ട്, അപ്പൊ ആ ഒരു വിഷയമായിട്ട് ഈ തുടക്കത്തിൽ കൊണ്ടുവന്ന ആയത്തുള്ളത്. നമ്മ ഇപ്പൊ സജ്ജനങ്ങളെ സിയാറത്ത് ചെയ്യുന്നുണ്ടല്ലേ ചൊന്നത്, അതൊക്കെ പരിശുദ്ധ ഖുർആനിലുള്ള പ്രൂഫായിട്ട് ചൊല്ലുകൊണ്ടത്. സൂറത്തുൽ കഹ്ഫിലെ ആയത്തായിട്ട് തുടക്കത്തിൽ കൊണ്ടുവന്നത് അത് 60 പിടിച്ച് 66. وَإِذْ قَالَ مُوسَى لِفَتَاهُ لَا أَبْرَحُ حَتَّى أَبْلُغَ مَجْمَعَ الْبَحْرَيْنِ أَوْ أَمْضِيَ حُقُبًا. അവിടെ പിടിച്ചിട്ട് قال له موسى هل أتبعك على أن تعلمني مما علمت رشدا. ഇതില് മഹാനായ മൂസാ നബി അലൈഹിസ്സലാം ഖിദ്ർ നബി അലൈഹിസ്സലാമിനെ സന്ദർശിക്കുകയും പോയ വിഷയത്തിൽ ചൊല്ല സാലിഹീങ്ങളെ, സജ്ജനങ്ങളെ, നല്ല ആളുമാരെ സിയാറത്ത് ചെയ്യണം, സന്ദർശിക്കണം എന്ന വിഷയമല്ലേ അത്. അതാ ആ ആയത്തില് പൂർണ്ണ ഇൻഷാ അല്ലാഹ് നമുക്ക് വിവരിക്കാം. വഇദ് ഖാല മൂസാ ലിഫതാഹു, മൂസാ നബി അലൈഹിസ്സലാമുടെ സ്വർത്ത അലട്ടിയ ചെന്ത് യൂഷാ ഇബ്നു നൂൻ അയാളട്ടിയ ചെന്ത്. അയാൾ മൂസാ നബിയെ പിൻപറ്റി മൂസാ നബിയുടെ ഖാദിമായിട്ടിരുന്നാണ്. മൂസാ നബിയുടെ ഇൽമെല്ലാം പഠിച്ചുകൊണ്ട് ഒട്ടുക നടന്ന വ്യക്തി. ലാ അബ്റഹു ഹത്താ അബ്ലുഗ മജ്മഅൽ ബഹ്റൈനി ഔ അംദിയ ഹുഖബാ. ആ റോമുടെയും ഫാരിസിലെയും ആ സമുദ്രം ഒരുമിച്ച് കൂട്ടി ആ പ്ലേസ് എത്ര അടുത്തോളം ഞാൻ നടക്കണമേ. അങ്ങനെ ജണ്ടലും ഫലമ്മ ബലഗ മജ്മഅ ബൈനഹിമ നസിയാഹു സൗമ. അങ്ങനെ ജണ്ടാലും അവിടെ എത്തിയിട്ടാകുമ്പോ അങ്ങനെ മീനിടക്ക് മറന്നുപോയിട്ട്. ഇൻഷാ അല്ലാഹ് സ്റ്റോറി ഞാൻ എന്തിനു വിവരിക്കണേ. ഫത്തഖദ സബീലഹു ഫിൽ ബഹ്രി സറബ. ആ മീൻ അവിടെ നഷ്ടപ്പെട്ടല്ല. ആ മീൻ അവിടെ എന്താക്കിയത് ഈ കടലുക്ക് തുള്ളിട്ട് അത് പോയ പ്ലേസ് ഇങ്ങനെ ഒരു ഓസ് പോലെ ഇങ്ങനെ ബാക്കിയായി. സാധാരണ തന്നിക്ക് ഒരു കല്ലിട്ടെങ്കിൽ ആ കല്ല് പോകുമ്പോ മാത്രം ഒറ്റ പോലെ അവിടെ പിന്നെ അത് കൂടില്ലേ. പക്ഷെ ഇതങ്ങനെ കൂടില്ല, മീൻ തുള്ളിപ്പോയോടെ ആ ഓസ് അങ്ങനെ ബാക്കിയായി. ഫലമ്മ ജാവസ ഖാലൽ ലിഫതാഹു ആതിനാ ഗദാന. അങ്ങനെ മൂസാ നബി അലൈഹിസ്സലാം ആ പ്ലേസിൽ അങ്ങ് കഴിഞ്ഞ് ഇപ്പറ വന്നാൽ പിന്നെ അരട്ടി ചെന്ന് ഞങ്ങൾക്ക് ബൈക്കിട് നടന്നിട്ട് കുറെ ഇതായിട്ട് പിത്തിയാണ്ട് ഉച്ചയിച്ചുണ്ട് ആ ബട്ടിൽ നിന്നത് തിന്നുക കൊണ്ടാണ്ട്. ലഖദ് ലഖീനാ മിൻ സഫരിനാ ഹാദാ നസ്വബ. ഇതിൽ ഞങ്ങൾക്ക് വലിയ കഷ്ടം, ഞങ്ങൾക്ക് യാത്രകൾ ഭാര്യ വശമായിട്ടുണ്ട്.
قال أرأيت إذ أوينا إلى الصخرة فإني نسيت الحوت. അതല്ലേ ഇന്നലെ ഞങ്ങൾ അവിടെ പാറക്കല്ലുടെ അവിടെ ഞങ്ങൾ കിടന്നല്ലേ, അവിടെ എത്തുമ്പോഴത്തേക്ക് ആ മീൻ ഞങ്ങൾക്ക് നഷ്ടപ്പെട്ടു. നക്ക ആ മീനിന്റെ മറന്നത് അത് അൻസാനീഹി ഇല്ല ഷൈത്താനായിട്ട് നിങ്ങളിട്ട് ചൊല്ലുക മറപ്പാട്ട് അന്ന് അതുക്കുറ അതിനെ നിങ്ങളിട്ട് ഓർമ്മയാക്കുക. ആ മീന് അവിടെ ഒരു അത്ഭുതം ഉണ്ടാക്കിയത് കടലിൽ ഞാൻ ചൊല്ലും. കാല മൂസ അല്ല കാല ദാലിക മാ കുന്നാ നബ്ഗി. അപ്പൊ മൂസാ നബി അലൈഹി സ്വലാം ചൊല്ലുന്നത് ഞങ്ങ അവിടെ ആയിട്ട് നിൽക്കേണ്ടത് ഞങ്ങൾക്ക് അതിനാ ഡിഫറൻ അങ്ങ് പറ കുത്തിയതാണ്. രണ്ടാളും റിട്ടേൺ പോയാവും. അവിടെ ഞങ്ങളെ അടിമകളിൽപ്പെട്ട ഒരു അടിമയുടെ അവിടെ എത്തിച്ചാറ്. അയാൾക്ക് ഞങ്ങളെ വക്കൽ നിന്ന് റഹ്മത്തിനെ ഞങ്ങൾ കൊടുത്തിറ. റഹ്മത്തിന് കൊടുത്തിറ നബിയാക്കിരണ്ടോ വലിയാക്കിരണ്ടോ പണ്ഡിതന്മാരുടെ ഇടയിൽ അഭിപ്രായ വ്യത്യാസമുണ്ട്. ആറായിട്ടിക്കുന്നത് ഖിളിർ നബി അലൈഹി സ്വലാം ആയിട്ടിക്കണം. അയാൾ സംബന്ധിച്ചു ആ വ്യക്തിക്ക്, അതായത് ആ മഹാൻക്ക് അള്ളാഹു ചൊല്ലേ ഞങ്ങൾ അയാൾക്ക് എന്താക്കിയ ഇൽമുടെ ഞങ്ങൾ കൊടുത്തിറ. ഞങ്ങളെ ബൊക്കൽ നിന്ന് ഒരു ഇൽമുടെ കൊടുത്തിറ. ഖാലലഹു മൂസ അത്തബിക. അപ്പൊ മൂസാ നബി അലൈഹി സ്വലാം അയാളൊട്ടി കേക്കിട് ഞങ്ങൾ നിങ്ങളെ പിൻപറ്റട്ട. അലാ അൻ തുഅല്ലിമനി മിമ്മാ ഉല്ലിംത റുഷ്ദ. നിങ്ങൾക്ക് അള്ളാഹു താല പഠിപ്പാട്ടി തന്ന ആ ഇൽമു ഞങ്ങൾക്ക് പഠിപ്പാട്ടി തറവാനായിട്ട് നിങ്ങളൊട്ടുക്ക് ഞാൻ കൂട്ടുക എന്ന് മൂസാ നബി അലൈഹി സ്വലാം ഖിളിർ നബി അലൈഹി സ്വലാം റെട്ടി ചൊന്ത് എന്നുള്ള ആ ഒരു സംഭവം. ഇതിന്റെ സ്റ്റോറി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വിവരിക്കണം. എന്തായിട്ട് മൂസാ നബി അലൈഹി സ്വലാം ഒരു ബനു ഇസ്രായേലിന് ഒരു പ്രസംഗിക്കോപനായിട്ട് നിൽക്കണം. അപ്പൊ നിന്നിട്ടാകുമ്പോ കേട്ടത് ജനങ്ങളിൽ മൂസാ നബി മന്റെ ഒരു ചോദ്യം, ജനങ്ങളിൽ വെച്ച് ഏറ്റവും അറിവുള്ള ആളാറുണ്ട്. അപ്പൊ മൂസാ നബി അലൈഹി സ്വലാം ചെന്ന് അമ്പിയാക്കന്മാരല്ല ആ കൂട്ടത്തില് അമ്പിയാക്കന്മാർ ആ കാലഘട്ടത്തിൽ അങ്ങ് ഏറ്റവും അറിവുള്ള അങ്ങായിട്ടുള്ളത്. എല്ലാ വിഷയത്തിലും ഏത് വിഷയത്തിലാണെങ്കിലും ദീന്റെ വിഷയത്തിലും ദുനിയാവുടെ വിഷയത്തിലും ഗോളശാസ്ത്രമാവട്ടെ ഏതാവട്ടെ വൈദ്യശാസ്ത്രമാവട്ടെ ഏത് എടുക്കാൻ കണ്ടെങ്കിലും അതിലൊക്കെ അങ്ങ് വിദഗ്ധരായിട്ടുള്ളത്. അപ്പൊ നാണ് ചെറുത്. അപ്പൊ അതെന്താ ഇല്ല അള്ളാഹു റബ്ബ് സുബ്ഹാനഹു തആല അതത്ര അള്ളാഹു അത് ശരിയല്ലാണ്ട് ഉള്ളവർ ഇതൊക്കെ ആയിട്ട് അള്ളാഹു താല മൂസാ നബി അലൈഹി സ്വലാമിടെ ആക്ഷേപിച്ചെന്നെങ്കിലും ഇത് തപ്പെന്തോ അല്ല. ചൊന്നത് കളവുമല്ല, ചൊന്നത് ശരിയേ. അമ്പിയാക്കന്മാരെ ആക്കും ഏത് കാലഘട്ടത്താണെങ്കിലും നബിമാറുള്ളവരോ അങ്ങായിട്ട് ഏറ്റവും അറിവുള്ളതാണ്. പക്ഷെ ഞാൻ ഏറ്റവും അറിവുള്ളവന്നിട്ട് അങ്ങങ്ങ ചൊല്ലത് അത്ര ശരിയല്ല. ഇതിപ്പോ ഹറാമോ തെറ്റോ എന്തോ അല്ല, പക്ഷെ ചെയ്തത് ചൊന്നത് അത്ര ശരിയല്ല എന്നുള്ളതാ. ഓരോന്നും ഓരോ സന്ദർഭം ഉണ്ടല്ലോ. അപ്പൊ ഇതത്ര ശരിയല്ല എന്നുള്ളതായിട്ട് അള്ളാഹു താല ആക്ഷേപിച്ചത്. കാരണം അള്ളാഹു ആയിട്ട് ഏറ്റവും അറിയുന്നവനുണ്ട് ചൊല്ലനെന്ത് ജന അല്ല. അതായത് ചോദ്യത്തിന് അത്ര ഉത്തര ശരിയത് എന്താണ് ജനങ്ങളിൽ വെച്ച് ഏറ്റവും അറിവുള്ള ആളാണ് എന്ന അയാളെ ചോദ്യം. അപ്പൊ അള്ളാഹു ഏറ്റവും അറിവുള്ളവണ് എന്ന് ചൊല്ലാനായിട്ട് അവിടെ വേണ്ടത് മൂസാ നബി അലൈഹി സ്വലാം നാനും ചെന്ന് അതത്ര ഇതായില്ല. അപ്പൊ അള്ളാഹു റബ്ബ് സുബ്ഹാനഹു തആല മൂസാ നബിയെ ചെന്ന മജ്മഉൽ ബഹ്റൈൻ രണ്ട് ബഹർ ഒരുമിച്ച് കൂട്ടുക. അവിടെ നന്റെ ഒരാളുണ്ട്, കടല് രണ്ട് ഒരുമിച്ച് കൂട്ടുക ആ പ്ലേസിൽ അവിടെ അയാൾ നിങ്ങളെക്കാൾ ഏറ്റവും അറിവുള്ള ആളുണ്ട്. അപ്പൊ മൂസാ നബി എടുത്ത് പടച്ചവനെ എന്നാ ഞാൻ അവിടെ പോയിട്ട് പഠിക്കലേ, നക്കവിടെ പോണല്ലേ എത്തണല്ലേ. അപ്പൊ അതൊക്കെ എന്തിനെത്തിയോ. അപ്പൊ അള്ളാഹു താല മൂസാ നബിയെ ചെന്നത് നീ ഒരു മത്സ്യം ഒരു മീനിടെ നീ പിടിച്ചണം, അതിലൊരു ബട്ടിയിലാക്കണം. ഈ മടൽ കൊണ്ടല്ല നെയ്തിട്ട് ഒരു ബുട്ടി പോലെ കിടറണം, അതിലാക്കണം. ആ മീൻ എവിടെ ഇല്ലാണ്ടായിട്ടോ അവിടെ ആളുണ്ട്. അങ്ങനെ മൂസാ നബി അലൈഹി സ്വലാം ഒരു മീനും പിടിച്ച് അതിലെ ബട്ടിയിലാക്കി മൂസാ നബി അലൈഹി സ്വലാം പോയിട്ട് പോകുമ്പോ മൂസാ നബി അലൈഹി സ്വലാമിന്റെ ഖാദിമായിട്ടിരുന്ന യൂഷാ ഇബ്നു നൂനും പോയിട്ട് അങ്ങനെ രണ്ടാളും പോയിട്ട് ഒരു പാറക്കല്ല് എത്തിയ നടന്ന് ഒരു പാറക്കല്ലുടെ അവിടെ എത്തിയാറ്. അവിടെ അങ്ങ് അതിലെ വെച്ചറ് കിടന്നാറ് ഉറങ്ങിയ ആ സമയത്തായിട്ട് ഈ മീൻ പിടച്ചിട്ട് ഇതൊക്കെ കടലിൽ തുള്ളിടും. അതായിട്ട് ഇങ്ങൾക്ക് സിഗ്നൽ അവിടെ ആളുണ്ട് എന്നുള്ളത്. അപ്പൊ മൂസ അതെന്താ കടലിൽ തുല്യത് മാത്രമല്ല, അത് കടലിൽ പോയിട്ടല്ല, അത് കടലിൽ സറബ് ചെന്ന ഇങ്ങനെ പോയ ജായി ഇങ്ങനെ ഒട്ടയായിട്ട് ബാക്കിയായി. അപ്പൊ അവിടെ എന്തായില്ല തന്നെ കൂടിയില്ല. ഉണർന്നിട്ടാകുമ്പോ ഇയാൾക്ക് മൂസാ നബി അലൈഹി സ്വലാം കൊടുത്ത് ഓർമ്മയാക്കുക മറന്നുപോയി യൂഷാ ഇബ്നു നൂൻ.
പക്ഷെ അങ്ങനെ അങ്ങ് പോയർ പിറ്റാൻ്റെ അന്തത്തെ 4 അണ്ടത്തെ നടന്നിട്ട് പിറ്റാൻ്റെ സുബി നാഷ്ടാക്കടെ സമയട്ട മൂസാ നബി അലൈഹി സ്വലാം ചെന്ന് ഭയങ്കര കഷ്ടമായിട്ടുണ്ട് പയിച്ചോണ്ടുണ്ട് ആ ബുട്ടി കൊണ്ടാണ് നോക്കുമ്പത്ത് ബുട്ടിലില്ലേ അപ്പായിട്ട് ഇയാൾക്ക് നെനപ്പവിടെ ഓ അത് ഇങ്ങനത്തെ പ്ലേസിൽ എന്തായാലും ഞങ്ങൾ മുഞ്ഞാണ്ട് ഉറങ്ങിയവിടെ ഞങ്ങൾ ഇന്നലെ ഉറങ്ങിയവിടെ അത് നഷ്ടപ്പെട്ടു ആ മീൻ അവിടെ. അപ്പൊ മൂസാ നബി ഓ ഞങ്ങളെ പ്ലേസും അതല്ലേ, ആ മീൻ എവിടെ ഇല്ലാണ്ടായിട്ടോ അവിടെ അല്ലേ അള്ളാഹു അറിവുള്ള ആളവിടെ ഉണ്ടെന്ന് ചെന്നു. അങ്ങനെ അങ്ങ് തിരിച്ചിട്ട് പോയിട്ട് മൂസാ നബി അലൈഹി സ്വലാം ഖിളിർ നബി അലൈഹി സ്വലാമോടെ കണ്ടെത്തിച്ച് ഖിളിർ നബി അലൈഹി സ്വലാമോട്ട് കൂടിത്ത് ഖിളിർ നബി അലൈഹി സ്വലാമോട്ട് ശരി. അതിൽ പിന്നത്തെ സ്റ്റോറി അവിടെ ഉണ്ട്, ഇൻഷാ അല്ലാഹ് അതൊക്കെ നമുക്ക് ഖുർആൻ ക്ലാസ്സിൽ വിശദീകരിക്കാം. അപ്പൊ മൂസാ നബി അലൈഹി സ്വലാം അറിവുള്ള ആളെ തേടിയോണ്ട് പോയിട്ട് ഉടനെ ഒരു കാര്യം മനസ്സിലാക്കേണ്ടത് മൂസാ നബി നബിയും റസൂലുമാണ്. ഖിളിർ നബി അലൈഹി സ്വലാം നബി എന്ന അഭിപ്രായമുണ്ട്, അല്ല അള്ളാന്റെ ഔലിയാക്കന്മാരിൽപ്പെട്ട ആള് എന്ന അഭിപ്രായമുണ്ട്. ഒരിക്കലും മൂസാ നബി അലൈഹി സ്വലാമുകളെക്കാൾ മേലെയല്ല ഖിളിർ നബി അലൈഹി സ്വലാം. ഖിളിർ നബി അലൈഹിസ്സലാം ഖിളിർ നബീന്റെ ചൊല്ലെങ്കിലും വലിയൻ ചൊല്ലാൻ കണ്ടെങ്കിലും വലിയ മഹാൻ തന്നെ. പക്ഷെ ഖിളിർ നബി അലൈഹി സ്വലാമിന്റെ ഒരു രീതിയും അദ്ദേഹത്തിന് അള്ളാഹു കൊടുത്ത ഇൽമും അതൊരു പ്രത്യേക ശൈലിയുള്ള ഇൽമായിട്ട് മൂസാ നബി അലൈഹി ഇസ്ലാമിന്റെ പോലെ അല്ല, അതൊരു വേറെ രീതിയിലുള്ളത്. എന്നാലും അമ്പിയാക്കന്മാരിൽ നബിയായിട്ട് റസൂലായിട്ട് പദവി കൂടുതലായിട്ട് ഒന്ന്. രണ്ടാമത് മൂസാ നബി അലൈഹി സ്വലാം തൗറാത്ത് കിട്ട നബിയായിട്ട്. അപ്പൊ ഒരിക്കലും മൂസാ നബി അലൈഹി സ്വലാമിനേക്കാൾ ഖിളിർ നബി അലൈഹി സ്വലാമുക്ക് സ്ഥാനം കൂടുതൽ എന്നല്ല. പക്ഷെ ഖിളിർ നബി അലൈഹി സ്വലാമിൽ നിന്ന് ചില കാര്യങ്ങൾ പഠിക്കണം. അതൊക്കെ വേനായിട്ട് മൂസാ നബി അലൈഹി സ്വലാം ഖിളിർ നബി അലൈഹി സ്വലാമിന് മുട്ട വന്ന് അത് വേറൊരു പ്രത്യേക ശൈലിയിൽ അള്ള കൊടുത്ത ഇൽമായിട്ട് ഖിളിർ നബി അലൈഹി സ്വലാം. ഖിളിർ നബി അലൈഹി സ്വലാമിന്റെ ഖളിറുണ്ടും ഖിളിറുണ്ടും മൂന്നും ചൊല്ല്. അപ്പൊ അങ്ങനെ ഈ 3 രീതിയിൽ ചൊല്ല്. ബല്യാട്ടായിട്ട് പേര് ബല്യബന് മൽക്കാൻ ചൊല്ല്. ബല്യാൻ ചൊന്നതില് അത് വേറെ ഭാഷയിലുള്ള പേരായിട്ട് അതില് അഹമ്മദ് ടൈറ്റിക്കട് അറബിയിൽ ഞങ്ങൾ അക്കടേൻ കണ്ടെങ്കിൽ അബുൽ അബ്ബാസ് ടൈറ്റിക്കട് ചൊല്ല്. അപ്പൊ ഖളിറിട്ടൊക്കെ ചൊല്ലെങ്കിലും പച്ച എന്നർത്ഥം. അപ്പൊ അയാൾ നിസ്കരിച്ച ജാഗ്യ പച്ച പിടിക്കരുത് എന്നോ അതിലെ ചുറ്റുഭാഗം പച്ച പിടിക്കരുണ്ടോ ദച്ച ജാഗ്യയിലൊക്കെ പച്ച പുല്ലു കുടിക്കരുത് എന്നുള്ള അർത്ഥത്തിലായിട്ട് അങ്ങനെ ചൊല്ലുള്ള കാരണാണ്ടും അയാൾ പിന്നെ നൂഹ് നബി അലൈഹി സ്വലാമിന്റെ സന്താന പരമ്പരയിൽപ്പെട്ട അല്ലെ ബാപ്പ് വലിയ രാജാവായിട്ടുണ്ട് അതിൽപ്പെട്ട ആളായിട്ട് മഹാനായ നബി ഖളിർ നബി അലൈഹി സ്വലാം. ഖളിർ ബല്യബിന് മൽക്കാൻ അബുൽ അബ്ബാസ് മഹാനവർഗലെ പേര് ഇത് പഠിച്ചു വെക്കണം. അപ്പൊ അയാള് ഇന്നും ജീവിച്ചിരിപ്പുള്ള ആളുമാറിൽപ്പെട്ട ആള് എന്നായിട്ട് എന്തേ ഖിയാമത്ത് നാൾ വരെ നിക്കട് എന്നുള്ളതാണ്. കാരണം മാഉൽ ഹയാത്ത് എന്നൊരു പ്രത്യേക തരത്തിലുള്ള ഒരു തണ്ണിയുണ്ട്. അത് അള്ളാന്റെ ഔലിയാക്കന്മാരിൽ നിന്ന് അല്ല അത് കുടിച്ച അത് സ്വീകരിച്ച ആളായിട്ട് എന്ന നിലക്ക് പണ്ഡിതന്മാരൊക്കെ ചൊല്ലാറും ബഹുഭൂരിഭാഗം പണ്ഡിതന്മാർ ചൊല്ലത് ഖിയാമത്ത് നാൾ വരെ ഖിളിർ നബി അലൈഹി സ്വലാം ഇക്കറ് എന്നുള്ളതാണ്. ഞങ്ങളെ നബിരെ കണ്ട് നബിരെ സ്വഹാബിയായിട്ട് അപ്പൊ ഖിളിർ നബി അലൈഹി സ്വലാം ഞങ്ങളെ നബിരെ കണ്ട് ഞങ്ങളെ നബിരെ സ്വഹാബിയും കൂടിയായിട്ട് മഹാനായ ഖിളിർ നബി അലൈഹി സ്വലാം. അപ്പൊ മൂസാ നബി അലൈഹി സ്വലാം അവിടെ ഇൽമു പഠിക്കുക പോയിട്ട് എന്നതായിട്ട് ഞങ്ങളെ ബാബുമായി ബന്ധപ്പെട്ട വിഷയം. ഞാൻ അതിലെ പിന്നെ ആയത്തുകളും സൂറത്തുൽ കഹ്ഫ് 28 നബിയെ നിങ്ങളെ ശരീരത്തെ നിങ്ങൾ പിടിച്ചു നിപ്പാട്ടു ആരോട്ടുകോ സദാസമയം അള്ളാഹുക ഇബാദത്തുമായി മുന്നോട്ടുള്ള ആ പാവത്തെ സ്വഹാബാക്കളില്ലേ അങ്ങനെ കൂടെ സേറുള്ളൂ അങ്ങോട്ട് ഇങ്ങ വന്നിട്ട് എന്തേ ഒരേ മുസ്ലിങ്ങൾ പഞ്ചൊന്നാറ് അങ്ങക്ക് സരികെട്ട് ഡ്രസ്സില്ല പാവത്തെ ആൾമാർ നിന്നോട്ട് കൊള്ളാറ് അങ്ങനെ ಬೇರೆ മാക്കുന്നു അങ്ങനെ ಬೇರಾക്ക് അങ്ങനൊട്ട് ചൊന്നു കൊടുക്കും ഞങ്ങൾ വന്നേക്കില്ല. അപ്പൊ അള്ളാഹു താല നബിരട്ടി ചെന്നതായിട്ട് പൊണ്ടെ തെറുക്ക് പോട്ടു ഈ പാവപ്പെട്ട സ്വഹാബാക്കളെ കൂടണ്ട അങ്ങനെ കൂടെ സേറു എന്നുള്ള അങ്ങനെ അള്ളാഹുക്ക് സദാസമയം ഇബാദത്തായിട്ട് എടുക്കടെ ആ ടീമായിട്ട് അപ്പോ അതാ സാലിഹ്യങ്ങൾ സജ്ജനങ്ങളുടെ കൂടണം എന്നതൊക്കെ പ്രൂഫായിട്ട് ഈ 2ാമത്തെ ആയത്. അപ്പൊ ഇൻഷാ അല്ലാഹ് ഇന്ന് ഹദീസുകളിലേക്ക് കടക്കും. അത് അടുത്ത ക്ലാസ്സിൽ ഞാൻ വിശദീകരിക്കുക. കാതോർക്കുക. എല്ലാവർക്കും അള്ളാഹു ഖൈർ പ്രദാനം ചെയ്യട്ടെ. അള്ളാഹു സജ്ജനങ്ങളിൽ സാലിഹ്യങ്ങളിൽ പെടുത്തട്ടെ. ദുആ വസിയത്തോടു കൂടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു.